യഹോവയുടെ ആത്മീയ മക്കൾക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയത്തിൽ, അതായത് ബൈബിളിൻ്റെ വിലാപഗീത എന്ന ബുക്ക്, അതായത് ലമെൻറ്റേഷൻ ബുക്കിൻ്റെ 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതായത് യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. ഇത് ആണ് മലയാളത്തിൽ അതിൻ്റെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ബുക്ക് എഴുതുന്നതിൻ്റെ അർത്ഥം, അതായത് പശ്ചാത്തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ 586 BC ഇത് ഒരു ശോകഗ്രന്ഥമായിട്ടാണ് ഇത് എഴുതപ്പെട്ടത്. എന്താ വെച്ചാൽ യെരുശലേമിൻ്റെ 4 ചുറ്റും ദുഃഖങ്ങളും തോൽവിയും പട്ടിണിയും ജയിൽവാസവും നിരാശയുള്ള ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അന്ധകാരത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് ഈ 3-ാം നമ്പർ അധ്യായങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. ആ മൂന്നാം നമ്പർ അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ ഒരു പ്രകാശ രശ്മി അതിൽ കൂടി കാണുന്നുണ്ട്. ഒരു ആശ അതിൽ ഉണ്ടാകുന്നുണ്ട്, അതായത് പ്രത്യാശ ഉണ്ടാകുന്നുണ്ട്. ആ പ്രത്യാശ എന്താണെന്ന് വെച്ചാൽ യഹോവയിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ പ്രത്യാശ കാണുക. അതായത് 22 ആ അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ 22-23 ഇതുപോലെ എഴുതുന്നുണ്ട്. യഹോവയുടെ കരുണയും ദയയും ഒരിക്കലും തീരത്തില്ല, ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുമാറത്തില്ല. ഇതാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം, വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ ഒരു അനൗൺസ്മെൻ്റാണ് അവിടെ നടക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് പരിസ്ഥിതികൾ മാറിയാലും ശരി, യഹോവ ഒരിക്കലും മാറില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അവിടെ ആ ലേഖൻ അതിൽ എഴുതാവുന്നത്. ഇതിൻ്റെ മീനിങ് നമ്മൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ എടുക്കുക. യഹോവ എൻ്റെ ഭാഗമാകുന്നു. ഭാഗം എന്ന് പറയുന്നത് ഓഹരിയാവുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓഹരി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അതായത് നമുക്ക് കിട്ടേണ്ട ഒരു അവകാശപ്പെട്ട ഒരു അംശമാണത്. ആ കിട്ടേണ്ട അവകാശപ്പെട്ട അംശം എന്ന് പറഞ്ഞാൽ യഹോവയുടെ അംശം നമുക്ക് കിട്ടാനുള്ള അവകാശപ്പെട്ട ഒരു ഭാഗമാണ്, ആ അംശമാണ്. അതിനെയാണ് ഓഹരി എന്ന് നമ്മൾ പറയപ്പെടുന്നത്. ഈ ഓഹരിക്കകത്ത് നമുക്ക് പരമ്പരാഗതമായിട്ട് നമുക്ക് കുടുംബപരമായിട്ട് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നതും, നമ്മുടെ സ്വത്തിനെ പോലും അതോടൊപ്പം ജീവന് വേണ്ടി നമുക്കൊരു ബലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ ഓഹരി നമുക്ക് കിട്ടുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ലേവി ഗോത്രത്തിലുള്ളവർക്ക് ഭൂമികൾ കിട്ടാതെ വന്നപ്പോൾ അവർ പറയുന്ന ഇതാണ്, യഹോവ ഞങ്ങളുടെ ഓഹരിയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തിൻ്റെ കുറവാണ്. അതായത് നമ്മൾ നമ്പർ സംഖ്യാപുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ലേഖൻ പറയുന്നതിൻ്റെ അർത്ഥം, എൻ്റെ എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ശേഷിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് അർത്ഥമുള്ളത്? അപ്പം യഹോവ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം എന്നിൽ ഉണ്ട് എന്നുള്ളത് എനിക്കൊരു പൂർണ്ണ ഉറപ്പും വിശ്വാസവും എന്നിൽ ഉണ്ടാകണം. എൻ്റെ ആത്മാവ് പറയുന്നു, ആ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ആത്മാവ് പറയുന്നു. എന്താണ് ആത്മാവ് പറയുന്നത്? അതൊരു വാക്കുകൊണ്ട്, ഒരു നാവുകൊണ്ട് പറയുന്ന കാര്യമല്ല. എൻ്റെ ആത്മാവ് പറയുന്നത് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കൂടി എൻ്റെ വിശ്വാസത്തെ ഞാൻ കാണുന്നതാണ്. അതാണ് എൻ്റെ ആത്മാവ് പറയുന്നത്. അല്ല നാവുകൊണ്ട് പറയുന്നത്, ചെറിയ കൊണ്ട് പറയുന്നതോ അല്ലെങ്കിൽ വായും കൊണ്ട് പറയുന്നത് അല്ല. ഇത് എൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഇറങ്ങുന്ന ഒരു വിശ്വാസമാണ്. അതാണ് എൻ്റെ ആത്മാവിൽ കൂടി വരുന്ന വാക്കുകൾ. ഇത് എൻ്റെ ഭാവനകളെ പൊട്ടിപ്പോയാലും ശരി, ആത്മാവ് എന്നെ എല്ലാ രീതിയിലും എല്ലാ സമയത്തും എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, യഹോവ നമ്മുടെ ഉള്ളിലുണ്ട്, ആ യഹോവ നമ്മുടെ ഓഹരിയാണെന്നും അതിൽ കൂടി പ്രത്യാശ നമുക്ക് വെക്കണമെന്നും ഏത് പരിസ്ഥിതി ഉണ്ടായാലും നമുക്ക് അതിൽ കൂടി വിട്ടുമാറാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാം. യഹോവയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കരുണയും വിശ്വാസയോഗ്യതയുമുള്ള അടിസ്ഥാനത്തിലാണ് യഹോവ നമ്മളുമായിട്ടുള്ള ബന്ധം. നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ ആ വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പ്രത്യാശയുടെ ഒരു രശ്മികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പ്രത്യാശയുടെ രശ്മികൾ കാണുമ്പോൾ നമുക്ക്
ആത്മീയപരമായിട്ട് ഇതിനെ ചിന്തിക്കുമ്പോൾ, ഇതിനെ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് ഒരു 2-3 രീതിയിൽ നമുക്കതിനെപ്പറ്റി ചിത്രീകരിക്കാൻ സാധിക്കും. അതായത് ഈ പ്രത്യാശയുടെ ഈ യഹോവയിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അത് യഹോവ ഒരു സത്യമായ ഒരു സമ്പത്താണ് നമ്മുടെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമ്പത്ത് നമ്മുടെ ലൗകികപരമായ ജീവിതത്തിൽ കാണുന്ന മാതിരിയുള്ള പൈസയോ സുരക്ഷിതയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വലിയ പ്രൗഢിയോ അതല്ല. ബൈബിളിൽ കാണുന്ന സമ്പത്തെന്ന് പറയുന്നത് യഹോവയുടെ ആത്മീയപരമായ ശരിയായ സമ്പത്താണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. ഏത് വ്യക്തി യഹോവയെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ യഹോവയെ ഗ്രഹിക്കുന്നു, ഉള്ളിൽ കൊണ്ടുവരുന്നു, അവർക്കെല്ലാം കിട്ടി എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്ന വിശ്വാസത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നമുക്ക് ദുഃഖത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആ വിജയത്തിൽ നമ്മൾ ഇല്ലാത്ത സമയത്തും, നമ്മൾ പൊട്ടിപ്പറഞ്ഞിരിക്കുന്ന സമയത്തും, നമ്മൾ യെരുശലേം കംപ്ലീറ്റ് നശിച്ച സമയത്തും, ലോകരെല്ലാം ജയിലിലായിരുന്ന സമയത്തും, ഭവിഷ്യം മൊത്തം അന്ധകാരമായിരുന്ന സമയത്തും ലേഖൻ ആ സമയത്ത് ഈ വാക്കിൽ കൂടി പറയുന്ന ഇതാണ്: എനിക്ക് പൂർണ്ണ പ്രത്യാശയുണ്ട് എൻ്റെ യഹോവയിൽ. ഈ അന്ധകാരത്തിലും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും. യഹോവ എന്നെ കൈവിടില്ല. എനിക്ക് അതിൽ കൂടി എൻ്റെ പ്രത്യാശയായ യഹോവ എന്നെ സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടെത്തിക്കും എന്ന ആ ഒരു പ്രത്യാശയാണ് ഇതിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് മൂന്നാമത്തെ പോയിന്റിൽ ഇതിൽ മനസ്സിലാക്കാൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആശയുടെയും ഒരു നമ്മൾ ചിന്തിക്കുന്ന വിശ്വാസത്തിൻ്റെ ആശയുടെയും ഒരു പൂർണ്ണ സ്രോതമാണ് ഇത് നമുക്ക് ഈ പറയുന്ന യഹോവയുടെ വിശ്വസിക്കുക എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് നമ്മൾ കൂടുതലും നമ്മുടെ ഓരോരുത്തരിലും വിശ്വാസവും ആശയം വെക്കുന്നത് ലൗകികമായ ജീവിതത്തിൽ നമ്മൾ വെക്കുന്നത് ലോകരെയും അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിനെയും അല്ലെങ്കിൽ നമുക്കുള്ള പ്ലാനിങ്ങും ഇതൊക്കെയാണ് നമ്മൾ അതിൽ വിശ്വസിക്കുന്നത്. പക്ഷേ എങ്കിൽ യഹോവയിൽ ശരിയായ ഒരു സ്ഥാനം ഉറപ്പിച്ച് നമ്മളൊരു പ്രത്യാശ, ഒരു ആശയം വെച്ച് കഴിഞ്ഞാൽ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു രീതിയിൽ നമുക്ക് പ്രയാസവും വിഷമവും അതിൽ ഉണ്ടാകില്ല എന്നുള്ള ആണ് ഈ വാക്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഉദാഹരണമായിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണുന്ന പല സഹോദരന്മാരും സഹോദരിമാരും ഇതിൻ്റെ അകത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ജോലികൾ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്രതിസന്ധികൾ നമുക്ക് വന്ന് തരണം ചെയ്യുന്ന ആ സമയത്ത് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു എൻ്റെ എന്താണ് ബാക്കിയുള്ളത് എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു പ്രത്യാശ അതിൻ്റെ അകത്തുള്ളത്, എല്ലാം പോയാലും എൻ്റെ യഹോവ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ഓഹരിയായിട്ട് എൻ്റെ യഹോവ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇതിൻ്റെ അകത്ത് ലേഖൻ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യഹോവ എൻ്റെ ഓഹരിയാണ് എന്ന് അതിൻ്റെ അകത്ത് പറയപ്പെടുന്നത്. യഹോവയിൽ കൂടി കുറച്ച് വിശ്വാസിക്കുന്നവന് അവൻ്റെ അവസാന കാലത്തും അവന് ഒരു കുറവും ഉണ്ടാവില്ല. അതാണ് അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഇതിൻ്റെ അകത്ത് ഒരു പോയിന്റ് മനസ്സിലാക്കുന്ന, നമുക്ക് ഉള്ളിലെ ആത്മാവ് കൂടെ നമുക്ക് പറയാൻ പഠിക്കണം. അതായത് ആത്മാവ് എന്നിൽ പറയുന്നത് നമ്മുടെ പറയുന്നത്, നീ പേടിക്കല്ലേ, നീ ഭയപ്പെട്ടു പോകല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ യഹോവയുടെ സിംഹാസനം നമ്മുടെ കൂടുണ്ട്, നമ്മളെ ഓരിയായിട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മളെ താങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു ഫീലിങ്ങിൽ നമുക്ക് വേണം ജീവിക്കേണ്ടത്. മൂന്നാമത് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്, ഞാൻ ഉറച്ച വിശ്വാസം യഹോവയിൽ ഞാൻ വയ്ക്കുന്നു. അങ്ങനെ ഒരു ഉറച്ച നിശ്ചയത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ നാളത്തേക്ക് നമുക്ക് എന്തുണ്ടാവും എന്നുള്ള പേടി നമുക്ക് വരുന്നില്ല. ആ സമയത്ത് യഹോവ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ യോഗ്യനായിട്ടുള്ള ഒരു സഹായകനാണ് നമ്മുടെ കൂടെ. അങ്ങനെയുള്ള ഒരു സഹായകൻ്റെ കൂടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അത് ഉദാഹരണമായിട്ട് നമുക്ക് കാണുമ്പോൾ, നമ്മൾ ഒരു കൊച്ചു കുഞ്ഞ് ഒരു അന്ധകാരമായ ഒരു റൂമിൽ അല്ലെങ്കിൽ പേടി വരുന്ന ഒരു റൂമിൽ
അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പേടിയില്ലാതെ അദ്ദേഹം മുൻപോട്ട് പോകുന്നു. അതേസമയം ആ കൈ വിട്ടുപോയി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ പേടി വരുന്നു. അത് എങ്ങനെ പോവും, വീണു പോവും, അല്ലെങ്കിൽ അദ്ദേഹം പരിക്കുകൾ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് വരുന്നു. എന്ന് പറയുന്ന പോലാണ് നമ്മളെ ഈ അന്ധകാരമായിട്ടുള്ള ജീവിതത്തിൽ, പ്രയാസഘട്ടമായുള്ള ജീവിതത്തിൽ നമുക്ക് യഹോവ നമ്മുടെ കയ്യിൽ അപ്പൻ എന്നുള്ള നിലയിൽ നമ്മളെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ നമ്മൾ സുരക്ഷിതമാണെന്ന് നമ്മളൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ വേണം ജീവിക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് ഈ സന്ദേശത്തിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ പ്രകാശരശ്മികൾ നമുക്ക് ഉണ്ടെങ്കിൽ, യഹോവയുടെ പ്രകാശരശ്മി നമുക്കുണ്ടെങ്കിൽ, യഹോവ നമ്മുടെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ നിന്നുണ്ടെങ്കിൽ, നമ്മുടെ നിരാശകളെല്ലാം ആ യഹോവ അതിൽ വിഴുങ്ങിക്കളയും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ കൂടി നമുക്ക് ഇപ്പോൾ പഠിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുഃഖങ്ങൾ ഒരു അന്തിമമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹെറിഡിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്ന നമുക്ക് യഹോവയുടെ ആ ഓഹരി കൂടി നമ്മളെ തന്നെ വിജയകരമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ വചനത്തിനെ നമ്മൾ കാണുകയും നമ്മുടെ കുടുംബത്തിൽ നമുക്കതിൻ്റെ പ്രയോജനമായി തീരുകയും നമ്മുടെ മക്കൾക്കും നമുക്കും എല്ലാവരും അത് ആശീർവാദമായി തീരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. നമസ്കാരം.